ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റിസയുടെ വീട്ടിലും കോഴിക്കോടും ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കാര്യമായിട്ടൊന്നുമില്ല, വീട്ടിലേക്കല്ല, ഹോസ്റ്റലിലേക്ക് പോകണമെന്നുള്ള നമുക്ക് വർക്ക് ഉണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലിലേക്കാണ് നേരെ പോകുന്നത്. സോ ഇന്നും വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസിലൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ രാവിലെ എണീറ്റു, ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രെഡ് കൊണ്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി നമ്മളതിനെ കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ദെൻ നമ്മൾ ഫ്രഷ് ആയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ്, അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സോ നമ്മൾ ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടുകൂടിയിട്ടുള്ള കുഞ്ഞരിയുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ 3 പീസും ഉണ്ട് അതിൽ. ആൻഡ് 130 റുപ്പീസായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൈസയ്ക്ക് ഇത് ശരിക്കും പോകത്തായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഈ ഒരു ബിരിയാണി മതിയായിരുന്നു. അതുപോലെ വയറ് നിറയാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. കാണുമ്പോൾ കുഞ്ഞിതായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ 3 പീസ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് വയറ് നിറച്ച് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കാം. നല്ല ബിരിയാണി, അടിപൊളി. റിസയുടെ വീട്ടിൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ലാസ്റ്റ് ഫുഡുമാണ് ഇന്ന് ഇവിടുന്ന്. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം വരുന്നിടം വരെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പറയല്ലേ. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇവരുടെ അടുത്തുള്ളൊരു ഷോപ്പിന് വാങ്ങിയ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ആ പ്ലേറ്റൊക്കെ വടിച്ചിട്ടുണ്ട്. ബൈ ബൈ, പോവാണ്. അങ്ങനെ റിസയുടെ വീടിനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ബസ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ പോകുന്ന വഴിക്ക് കോഴിക്കോടിൻ്റെ കുഞ്ഞു കുഞ്ഞു നഗരങ്ങളുടെ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കോഴിക്കോടേക്ക് വന്നപ്പോൾ നമ്മൾ ഫറൂഖിലായിരുന്നു ഇറങ്ങിയത്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റിയില്ല. എനിവേ നമ്മൾ ഹാഫ് ആൻ അവർ നേരത്തെയാണ് എത്തിയതും. അതുകൊണ്ട് തന്നെ ഫുള്ള് നട നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സ്നാക്സും ഒക്കെ നമ്മൾ വാങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലൊരു 3 to 4 hours ട്രാവലിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിശക്കും. ആൻഡ് ട്രെയിനിൽ നിന്നൊന്നും അത്ര വാങ്ങി കഴിക്കുന്ന അത്ര സേഫ് അല്ല എന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ നിന്നൊന്നും വാങ്ങാറില്ല. സോ നേരത്തെ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ പുറത്ത് കടയിൽ നിന്നോ ഇല്ല നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് ഏതെങ്കിലും ബേക്കറിയിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറ്. അങ്ങനത്തെ എസ്കലേറ്ററൊക്കെ കയറി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ് പോകേണ്ടത്. അവിടെയായിരുന്നു നമുക്ക് ട്രെയിൻ. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ 2 പേരും സീറ്റ് മാറിപ്പോയി കേട്ടോ. അങ്ങേറ്റവും ഇങ്ങേറ്റവും ആയിപ്പോയി. നമുക്ക് ഒരുമിച്ചിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ബുക്ക് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ബട്ട് എനിവേ നമ്മൾ വിൻഡോ സൈഡാണ് 2 പേർക്കും കിട്ടിയത്. അത് കളയാനും തോന്നിയില്ല. കാരണം ഉച്ച സമയമാണ്, നല്ല വെയിലും ഉണ്ട്. സോ ചൂടെടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് തന്നെയാണ് 2 പേരും പ്രിഫർ ചെയ്തത്. സോ അത് കളയാണ്ട് നമ്മൾ അങ്ങേറ്റവും ഇങ്ങേറ്റമായിട്ട് ഇരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി കോഴിക്കോടിനോട് ബൈ പറഞ്ഞിരിക്കുകയാണ് ഗായ്സ്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ വ്യൂ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നൈറ്റായിരുന്നു ട്രാവൽ ചെയ്തത്. ബട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ വ്യൂ ഒക്കെ ഫുള്ളിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ പാടവും പറമ്പും പുഴയും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ്. സോ നമ്മുടെ വർക്ക് ലൈഫിൽ കയറിയിട്ട് ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. എനിവേ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ് ചെയ്തു. റഹ്മത്തുള്ള ബിരിയാണി, അത് ഇത് നമ്മുടെ കുറേ ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. ബട്ട് കുഴപ്പമില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇൻഷാല്ലാ അടുത്ത തവണ വരുമ്പോൾ നമ്മൾ ഈ മിസ്സായ കാര്യങ്ങളൊക്കെ കാണും, കഴിക്കും, കറങ്ങും എന്നൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം എന്താകുമെന്ന്. എനിവേ നമ്മളിതാ ട്രാവൽ ചെയ്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കാര്യമായിട്ടൊന്നുമില്ല, നേരെ ബസ് കയറുക, ഹോസ്റ്റലിൽ പോവുക. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് നേരെ KSRTC ബസ് കയറി ഹോസ്റ്റലിൽ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.
താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.